ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ എല്ലാ ആക്ടിവിറ്റീസിനും നിങ്ങൾ ആൻസർ ചെയ്യണം. ആക്ടിവിറ്റി 3ക്കും 4ക്കും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, എയും ബിയും ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് നിങ്ങൾക്ക് റീഡിംഗ് കംപ്രഷൻ ആണ്. താഴെ നിങ്ങൾക്കൊരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. നിങ്ങൾക്ക് എക്സാമിന് ഫസ്റ്റത്തെ ആക്ടിവിറ്റി ഇങ്ങനെയാണ് വരിക. അല്ലെങ്കിൽ ഒരു പോയമോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ നൽകിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ എടുത്ത് എഴുതേണ്ടത്. സോ നിങ്ങൾ നന്നായിട്ട് ഉത്തരം എഴുതുക എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്കിവിടെ ഈ പാരഗ്രാഫ് വായിക്കാം. Mark Twain. Mark Twain was a famous American writer who made people laugh and think. ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള ഒരു അമേരിക്കൻ റൈറ്ററാണ് മാർക്ക് ട്വെയിൻ. He was born in 1835 and grew up near the Mississippi River. This gave him a chance to enjoy watching stepboats and dream of adventures. 1835 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വളർന്നത് മിസിസിപ്പി റിവറിൻ്റെ അരികിലായിട്ടാണ്. ഇത് അദ്ദേഹത്തിന് സ്റ്റീം ബോട്ടിനെ കാണാനും സാഹസികതകളെ കുറിച്ചിട്ട് സ്വപ്നം കാണാനും അവസരം ലഭിച്ചു. ട്വെയിൻ റോട്ട് മെനി ഫണ്ണി ആൻഡ് ക്ലെവർ സ്റ്റോറീസ്. ട്വെയിൻ ഒട്ടനവധി രസകരവും ബുദ്ധികരവുമായിട്ടുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്. ഹിസ് മോസ്റ്റ് ഫേമസ് ബുക്സ് ആർ ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ ആൻഡ് ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളാണ് ഇത്. ദി സ്റ്റോറീസ് ആർ അബൌട്ട് 2 ബോയ്സ്, Tom Sawyer and Huckleberry Finn, who look up for exciting adventures just like Twain did when he was young. രണ്ട് പുസ്തകങ്ങളും പറയുന്നത് ടോം സോയറിനെയും ഹക്കിൾബെറിയെയും കുറിച്ചിട്ടാണ്. അവർ രണ്ടുപേരും ടോം ചെറുപ്പത്തിൽ ചെയ്തതുപോലെ രസകരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള സാഹസികതകളെ തിരയുന്ന ആൾക്കാരായിരുന്നു. മാർക്ക് ട്വെയിൻസ് റിയൽ നെയിം വാസ് സാമുവൽ ക്ലെമൻസ്. മാർക്ക് ട്വെയിൻസിൻ്റെ ശരിക്കുള്ള റിയൽ നെയിം എന്ന് പറയുന്നത് സാമുവൽ ക്ലെമൻസ് എന്നാണ്. ബട്ട് ഹി യൂസ്ഡ് എ പെൻ നെയിം ടു റൈറ്റ് ഹിസ് ബുക്സ്. പക്ഷെ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതാനായിട്ട് അദ്ദേഹം ഒരു പേര് ഉപയോഗിച്ചിട്ടുണ്ട്, അതാണ് മാർക്ക് ട്വെയിൻ എന്ന്. ഈവൻ ടുഡേ പീപ്പിൾ അറൗണ്ട് ദി വേൾഡ് എൻജോയ് ഹിസ് സ്റ്റോറീസ്. ഇന്നും ലോകത്തുള്ള പല ആളുകളും അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ച് രസിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് മാർക്ക് ട്വെയിനെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ഓഫ് ദി നെയിംസ് ഗിവൺ ബിലോ ആർ ദി ക്യാരക്ടേഴ്സ് ഇൻ ദി ബുക്സ് റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ രചിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെ ക്യാരക്ടേഴ്സ് താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ്? ഗ്രാഫിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ടോം സോയറും ഹക്കിൾബെറി ഫിന്നും ആണ് അദ്ദേഹത്തിൻ്റെ കഥകളിലെ കഥാപാത്രങ്ങൾ. ഓപ്ഷൻസ് വായിക്കാം. ആദ്യം മാർക്ക് ട്വെയിനും സാമുവൽ ക്ലെമൻസും. മാർക്ക് ട്വെയിനും അദ്ദേഹത്തിൻ്റെ പേരാണ്, പെൻനെയിമാണ്. പുസ്തകങ്ങൾ എഴുതിയിരുന്നത് മാർക്ക് ട്വെയിൻ എന്ന പേരിലാണ്. സാമുവൽ ക്ലെമൻസ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരാണ്. അടുത്തത് ബി, സാമുവൽ ക്ലെമൻസും ടോം സോയറും. തെറ്റാണ്. സാമുവൽ ക്ലെമൻസ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. സി, ഹക്കിൾബെറി ഫിന്ന് മാർക്ക് ട്വെയിൻ. ഇവിടെ മാർക്ക് ട്വെയിൻ അദ്ദേഹത്തിൻ്റെ പേരാണ്. ഓപ്ഷൻ ഡി, ടോം സോയറും ഹക്കിൾബെറി ഫിന്നും. ഇതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത് ബി ആണ്. ഫൈൻഡ് ഔട്ട് ദി വേർഡ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻസ് സംതിങ് ദാറ്റ് മേക്ക് യു ലാഫ്. നിങ്ങളെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന അർത്ഥം വരുന്ന ഒരു വേർഡ് ഈ ഒരു പാസേജിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ്. ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹം ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറീസ് രചിച്ചിട്ടുണ്ട് എന്ന്. ഫണ്ണി എന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ള, നമ്മളെ ചിരിപ്പിക്കുന്ന എന്നാണ്. സോ കറക്റ്റ് ആൻസർ ഫണ്ണി എന്നാണ്. അടുത്തത് സി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിഡ് മാർക്ക് ട്വെയിൻ എൻജോയ് വാച്ചിങ് ആസ് എ യങ് ബോയ്. അദ്ദേഹം യങ് ആയപ്പോൾ, ചെറുതായപ്പോൾ എന്ത് കണ്ട് ആസ്വദിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്? ആദ്യത്തെ പാരഗ്രാഫിൽ നൽകിയിട്ടുണ്ട് എൻജോയ് വാച്ചിങ് സ്റ്റീം ബോട്ട്സ് എന്ന്. സ്റ്റീം ബോട്ട്സ് കണ്ടിട്ടാണ് ആസ്വദിച്ചിരുന്നത്, അതാണ് ആൻസർ. നിങ്ങൾ എഴുതേണ്ടത് ഹി എൻജോയ്ഡ് വാച്ചിങ് സ്റ്റീം ബോട്ട്സ് എന്നാണ്.
അടുത്തത് ഡി ക്വസ്റ്റ്യൻ ആണ്. നെയിം ദി 2 ഫേമസ് ബുക്സ് റിട്ടൺ ബൈ മാർക്ക് ട്വെയിൻ. മാർക്ക് ട്വെയിൻ രചിച്ച ഫേമസ് ആയിട്ടുള്ള 2 പുസ്തകങ്ങളുടെ പേര് എഴുതുക എന്നാണ്. കൃത്യമായിട്ട് പാരഗ്രാഫിൽ 2 പുസ്തകങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട്. ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയറും ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ. അദ്ദേഹം രചിച്ചിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള 2 പുസ്തകങ്ങളുടെ പേര്. അടുത്തത് ഈ ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുക. 1. മാർക്ക് ട്വെയിൻ യൂസ്ഡ് എ പെൻ നെയിം ടു റൈറ്റ് ഹിസ് ബുക്സ്. മാർക്ക് ട്വെയിന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എഴുതാനായിട്ട് ഒരു പെൻ നെയിം ഉപയോഗിച്ചിരുന്നു. അതായത് വേറൊരു പേരിലാണ് എഴുതിയിരുന്നത്. ഹിസ് റിയൽ നെയിം വാസ് മാർക്ക് ട്വെയിൻ. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് മാർക്ക് ട്വെയിൻ എന്നാണ്. അത് തെറ്റാണല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് സാമുവൽ ക്ലെമൻസ് എന്നാണ്. ഇതിൻ്റെ പെൻ നെയിം ആണ് മാർക്ക് ട്വെയിൻ എന്നുള്ളത്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. മാർക്ക് ട്വെയിന് ഒരു പെൻ നെയിം ഉപയോഗിച്ചിരുന്നു പുസ്തകങ്ങൾ എഴുതാനായിട്ട്. അത് മാർക്ക് ട്വെയിൻ എന്നാണ്. സോ ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഇമെയിൽ ആണ്. ഇത് നിങ്ങളുടെ ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പാഠഭാഗത്തിൽ വില്യം എന്നൊരു കുട്ടിയെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? ആഫ്രിക്കയിലെ ഒരു ചെറിയ ദരിദ്ര ഗ്രാമത്തിലാണ് വില്യം എന്ന കുട്ടി വളർന്നത്. ആ ഒരു കുട്ടിയുടെ സ്റ്റോറി ആയിരുന്നു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അവർ ഫിനാൻഷ്യലി വളരെയധികം ബാക്ക്വേർഡ് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. വളരെയധികം പട്ടിണിയൊക്കെയാണ് അവരുടെ നാട്ടിൽ. ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് അങ്ങനെ വളരെയധികം പട്ടിണിയിൽ കഴിഞ്ഞു പോകുന്ന ഈ ഗ്രാമത്തിൽ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, ഇവരുടെ വയലുകളും കൃഷിയും എല്ലാം നശിച്ചു പോയി. ഇവർക്ക് വളരെയധികം പട്ടിണി അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വില്യം എന്ന കുട്ടിക്ക് സ്കൂളിൽ പോകാനൊന്നും കഴിയുന്നില്ല. അവരാകെ ഒരു നേരമാണ് ഭക്ഷിച്ചിരുന്നത്. പിന്നെ രാത്രിയിലൊക്കെ വെളിച്ചമില്ലാത്തത് കൊണ്ട് അവർ നേരത്തെ ഉറങ്ങുമായിരുന്നു. പക്ഷേ വില്യം എന്ന കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവന് സ്വപ്നം കാണാനുള്ള സമയമായിരുന്നു അത്. അവന് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കാനും ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ വളരെയധികം താല്പര്യമായിരുന്നു. അങ്ങനെ അവന് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഉപയോഗിച്ച് വിൻഡ് മിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് പഠിച്ച് അതുണ്ടാക്കി അവൻ്റെ നാട്ടിൽ എന്താണ് ലൈറ്റ് വെളിച്ചെത്തിച്ച് വൈദ്യുതി എത്തിച്ച്. ഇനി അവൻ്റെ അടുത്ത പ്രയത്നം എന്ന് പറയുന്നത് വിൻഡ് മില്ല് കൊണ്ട് അവൻ്റെ നാട്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് വയലുകളിലേക്കൊക്കെ വെള്ളം എത്തിക്കുക, എന്നിട്ട് പട്ടിണി മാറ്റുക എന്നാണ്. സോ ഏത് ലിമിറ്റേഷൻസിലും ഡിഫിക്കൽറ്റീസിലും ബുദ്ധിമുട്ടുകളിലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻസ് എങ്ങനെ മറികടന്ന് മുന്നോട്ട് വരാം എന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിൾ വില്യം എന്ന ആള്. സോ ഈ ഒരു കഥയുടെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. William from this story, the boy who harnessed the wind succeeded in lighting up his village. ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ് എന്ന പാഠഭാഗത്തിലെ വില്യം എന്ന കുട്ടി അവൻ്റെ ഗ്രാമത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നതിൽ വിജയിച്ചു. ഇൻസ്പയർഡ് ബൈ ഹിസ് സ്റ്റോറി, വിനോദ്, എ ക്ലാസ് 6 സ്റ്റുഡൻറ് ഫ്രം കേരള, റൈറ്റ് എൻ ഇമെയിൽ ടു വില്യം ടു അപ്രിസിയേറ്റ് ഹിസ് ഹാർഡ് വർക്ക്. ഈ ഒരു കഥയ്ക്ക് പ്രചോദനമായിട്ട് 6ാം ക്ലാസ്സിലെ വിനോദ് എന്ന കുട്ടി, കേരളത്തിലെ വിനോദ് എന്ന കുട്ടി വില്യത്തിന് ഇമെയിൽ എഴുതുകയാണ്. അവരെ അപ്രിസിയേറ്റ് ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് കണ്ട് ഒരു ഇമെയിൽ എഴുതുന്നത്. ആ ഇമെയിലാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നിങ്ങൾ ഈ ഇമെയിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇമെയിൽ ആദ്യം ഫ്രം എഴുതണം. ഫ്രം എന്ന് പറഞ്ഞാൽ ആരാണോ ഈ ഇമെയിൽ എഴുതുന്നത് അവരുടെ പേരാണ്. ഇവിടെ വിനോദാണ്. സോ vinod@gmail.com എന്നാണ് കൊടുക്കേണ്ടത്. ടു ആർക്കാണ്, വില്യം ആണ്. william@gmail.com എന്നാണ് 2ൽ കൊടുക്കേണ്ടത്. അടുത്ത സബ്ജക്റ്റ് ലെറ്റർ ഓഫ് അപ്രിസിയേഷൻ ആണ് ഇവിടെ നൽകിയിട്ടുണ്ട്, അഭിനന്ദിക്കാനാണ്. പിന്നെ ഡിയർ വില്യം, പ്രിയപ്പെട്ട വില്യം എന്ന് പറഞ്ഞ് ഇമെയിൽ എഴുതുകയാണ് വേണ്ടത്. ഇതാണ് ഒരു ഇമെയിലിൻ്റെ ഫോർമാറ്റ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതേപോലെ കോളമൊക്കെ വരച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഉള്ളിൽ എന്താണ് എഴുതേണ്ടത്, അതിന് നിങ്ങൾ പാഠഭാഗം വായിച്ചിരിക്കണം. ഇവിടെ വില്യം എന്നാള് വളരെയധികം കഠിനമായിട്ട് പ്രയത്നിക്കുന്ന, വിജയത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ച് സ്വന്തം കഴിവുകളെയൊക്കെ പുറത്ത് വന്ന് ലിമിറ്റേഷൻസ് ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ പ്രയത്നിച്ച് വിജയിച്ച് വന്ന ആളാണ്. സോ ഇവരെ അഭിനന്ദിച്ച് കൊണ്ടിട്ടാണ് ഈ ഒരു ഇമെയിൽ എഴുതേണ്ടത്. നമുക്ക് എഴുതി നോക്കാം.
ആദ്യം ഫ്രം പിന്നെ ടു സബ്ജക്റ്റ് ഡിയർ വില്യം. ഐ എം വിനോദ്, എ ക്ലാസ് 6 സ്റ്റുഡൻറ് ഫ്രം കേരള. ഞാൻ കേരളത്തിലെ 6ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആണ്, വിനോദാണ്. ഐ റീസെൻ്റ്ലി റീഡ് യുവർ സ്റ്റോറി ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ് ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഇൻസ്പയറിംഗ്. ഞാനിവിടെ അടുത്തായിട്ട് നിങ്ങളുടെ ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ് എന്ന കഥ വായിക്കാനിടയായി. അത് വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു കഥയാണ്. യുവർ ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ഹെൽപ്ഡ് ബ്രിങ് ഇലക്ട്രിസിറ്റി ടു യുവർ വില്ലേജ്. നിങ്ങളുടെ കഠിനാധ്വാനവും കഠിന പ്രയത്നവും നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് കറണ്ട് എത്തിക്കാൻ സഹായിച്ചു. ഐ അഡ്മയർ ദ വേ യു യൂസ്ഡ് യുവർ നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റി ടു സോൾവ് എ ബിഗ് പ്രോബ്ലം. വലിയൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അറിവും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഉപയോഗിച്ചതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. യുവർ സക്സസ് ടീച്ചേഴ്സ് അസ് ദാറ്റ് വി ഷുഡ് നെവർ ലോസ് ഹോപ്പ് ഈവൻ വെൻ സിറ്റുവേഷൻസ് ആർ ഡിഫിക്കൽട്ട്. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും ഞങ്ങൾ പ്രതീക്ഷ കൈവിടരുത് എന്നാണ്. യു ഹാവ് മോട്ടിവേറ്റഡ് മെനി സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് മീ ടു വർക്ക് ഹാർഡ് ആൻഡ് ബിലീവ് ഇൻ അവർ സെൽഫ്. നിങ്ങൾ ഒരുപാട് കുട്ടികളെ, ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആളുകളെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്യാനും ഞങ്ങളെ തന്നെ വിശ്വസിക്കാനും നിങ്ങൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ ബീങ് സച്ച് എ വണ്ടർഫുൾ ഇൻസ്പിറേഷൻ. ഞങ്ങൾക്കെല്ലാം പ്രചോദനമായതിൽ, ഇത്രയും മനോഹരമായിട്ടുള്ള പ്രചോദനമായതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ലാസ്റ്റ്, യു ആർ സിൻസിയർലി വിനോദ്. ഇത് നിങ്ങൾ എല്ലാ ഇമെയിലും കൊടുക്കണം. നമുക്കിനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം ചാറ്റ് ആണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. താഴെ നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നമുക്ക് ആദ്യം 3-ൽ എ ക്വസ്റ്റ്യൻ നോക്കാം. കുഞ്ഞു ചിരുത വെരി ഹാപ്പി അറ്റ് ഹെർ ന്യൂ സ്കൂൾ ഇൻ ന്യൂ ജേഴ്സി. കുഞ്ഞു ചിരുത ന്യൂ ജേഴ്സിയിലെ പുതിയ സ്കൂൾ വളരെയധികം സന്തോഷത്തിലാണ്. ഷീ ഗോട്ട് മെനി ഫ്രണ്ട്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. അവൾക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് കൂട്ടുകാരെ ലഭിച്ചു. ഷീ ഈസ് ചാറ്റിംഗ് വിത്ത് ഹെർ കസിൻ മിനിക്കുട്ടി. അവളുടെ കസിൻ ആയിട്ടുള്ള മിനിക്കുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്യാണ്. ഹൂ ലിവ്സ് ഇൻ കേരള. കേരളയിൽ താമസിക്കുന്ന. എബൌട്ട് ഹെർ ന്യൂ സ്കൂൾ ആൻഡ് ഫ്രണ്ട്സ്. അവളുടെ പുതിയ സ്കൂളിനെ കുറിച്ചും അവളുടെ കൂട്ടുകാരെ കുറിച്ചിട്ടുമാണ് അവർ തമ്മിൽ ചാറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ദി ചാറ്റ്. അവർ തമ്മിലുള്ള ഈ ഒരു സംഭാഷണമാണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. റൈറ്റ് എ മിനിമം ഓഫ് 5 എക്സ്ചേഞ്ചസ്. ഏറ്റവും ചുരുങ്ങിയത് 5 എക്സ്ചേഞ്ചസ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് കുഞ്ഞു ചിരുത ഹായ് മിനിക്കുട്ടി വാട്സപ്പ്. മിനിക്കുട്ടി എന്തൊക്കെയാണ്? ഇതൊരു ചാറ്റാണ് കേട്ടോ, മെസ്സേജാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് മിനിക്കുട്ടി പറയുന്നതാണ് എഴുതേണ്ടത്. ചുരുങ്ങിയത് 5 എക്സ്ചേഞ്ചസ് എഴുതണം. നമുക്ക് എഴുതാം. ഫസ്റ്റ് ഡയലോഗ് ഇവിടെ നൽകിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. ഹലോ മിനിക്കുട്ടി വാട്സപ്പ് എന്ന്. മിനിക്കുട്ടി മറുപടി പറയാണ് ഹായ് കുഞ്ഞു ചിരുത ഐ എം ഡൂയിങ് വെൽ. ഞാൻ നന്നായിട്ടിരിക്കുന്നു. ഹൗ ആർ ദി തിങ്സ് അറ്റ് യുവർ ന്യൂ സ്കൂൾ. നിന്റെ പുതിയ സ്കൂളിലെ വിശേഷങ്ങൾ എങ്ങനെയാണ്? കുഞ്ഞു ചിരുത പറയാണ് എവറിത്തിങ് ഈസ് ഗോയിങ് ഗ്രേറ്റ്. എല്ലാം നന്നായിട്ട് പോകുന്നു. ഐ എൻജോയ് മൈ സ്കൂൾ വെരി മച്ച്. ഞാൻ എൻ്റെ പുതിയ സ്കൂൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ആൻഡ് ഐ ഹാവ് മെറ്റ് മെനി ന്യൂ ഫ്രണ്ട്സ്. പിന്നെ ഞാൻ ഇവിടെ ഒരുപാട് പുതിയ കൂട്ടുകാരെ കണ്ടു. മിനിക്കുട്ടി ദാറ്റ്സ് വണ്ടർഫുൾ. അത് നന്നായിട്ടുണ്ട്. ഡു യു ഹാവ് ഫ്രണ്ട്സ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. നിനക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള കൂട്ടുകാരുണ്ടോ? യെസ്, അതെ. സം ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ഫ്രം കൺട്രീസ് ലൈക്ക് ദി USA, ചൈന ആൻഡ് ജപ്പാൻ. എൻ്റെ ചില കൂട്ടുകാർ USA നിന്നും ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെയാണ്. അടുത്ത മിനിക്കുട്ടി റിയലി ശരിക്കും ദാറ്റ് മസ്റ്റ് ബി എക്സൈറ്റിംഗ്. അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞു ചിരുത ഇറ്റ് ഈസ്. അതെ. ഐ ലേൺ മെനി ന്യൂ തിങ്സ് അബൌട്ട് ദെയർ കൾച്ചേഴ്സ് ആൻഡ് ട്രഡീഷൻസ്. ഞാൻ അവരുടെ ആചാരങ്ങളെക്കുറിച്ചും കൾച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചു, അറിഞ്ഞു. മിനിക്കുട്ടി ദാറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രസകരമായിട്ട് തോന്നുന്നുണ്ട്. ഐ ഹോപ്പ് ഐ ക്യാൻ മീറ്റ് ദം വൺ ഡേ. എനിക്ക് അവരെ ഒരു ദിവസം കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുഞ്ഞു ചിരുത ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. യു ക്യാൻ കം ആൻഡ് വിസിറ്റ് മീ ഡ്യൂറിങ് യുവർ ഹോളിഡേയ്സ്. നിന്റെ അവധിക്കാലത്ത് നിനക്ക് ഇവിടെ വന്ന് എന്നെ സന്ദർശിക്കാം. മിനിക്കുട്ടി താങ്ക് യു ഐ വുഡ് ലവ് ടു വിസിറ്റ്. ഞാൻ അവിടെ വന്ന് സന്ദർശിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കുഞ്ഞു ചിരുത ഗ്രേറ്റ്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു. ബൈ.
നിന്നെ കാണാനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. മിനിക്കുട്ടി ബായ് കുഞ്ഞു ചിരുത. സോ ഇത് ജസ്റ്റ് ഒരു ചാറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യില്ലേ, അതുപോലെയുള്ളൊരു ചാറ്റിംഗ് ആണ്. ചുരുങ്ങിയത് 5 എക്സ്ചേഞ്ചസ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബാക്കി നിങ്ങൾക്ക് അവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും, പുതിയ ഫ്രണ്ട്സ് ഉണ്ടോ, പുതിയ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതി പോകാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അടുത്തത് 3-ലെ ബി ക്വസ്റ്റ്യൻ ആണ്. വില്യം ബ്രോട്ട് ഇലക്ട്രിസിറ്റി ടു ഹിസ് വില്ലേജ്. വില്യത്തിൻ്റെ കഥ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ലേ. അവൻ്റെ ഗ്രാമത്തിലേക്ക് വില്യം കറണ്ട് കൊണ്ടുവന്നു, വൈദ്യുതി കൊണ്ടുവന്നു. നൗ ദി വില്ലേജേഴ്സ് ക്യാൻ യൂസ് മൊബൈൽ ഫോൺസ്, TV, ഇൻ്റർനെറ്റ് എക്സെട്ര. ഇപ്പോൾ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് മൊബൈൽ ഫോൺസും TVയും ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കാൻ കഴിയും. വില്യം ഫീൽസ് വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഇതിന് വില്യത്തിന് വളരെയധികം അഭിമാനം തോന്നുന്നു. വില്യംസ് ഫ്രണ്ട് റയാൻ ഹു ലിവ്സ് ഇൻ ദി സിറ്റി മേക്സ് എ ചാറ്റ് വിത്ത് ഹിം. അങ്ങനെ വില്യത്തിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള റയാനുമായിട്ട് ഒരു ചാറ്റ് നടത്തുകയാണ്. കംപ്ലീറ്റ് ദ ചാറ്റ് വിത്ത് മിനിമം ഓഫ് 5 എക്സ്ചേഞ്ചസ്. ചുരുങ്ങിയത് 5 എക്സ്ചേഞ്ചസ് എഴുതണം. വില്യത്തിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള, സിറ്റിയിലുള്ള വില്യത്തിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള റയാനും തമ്മിലുള്ള ചാറ്റാണ് എഴുതേണ്ടത്. സ്റ്റാർട്ടിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹേ വില്യം, ഹൗ ഈസ് ഇറ്റ് ഗോയിങ്? എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്? വില്യം പറയാണ്, ഹേയ് റിയാൻ, ഐ ആം സോ ഹാപ്പി. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. അപ്പോൾ റയാൻ എന്താണ് ചോദിക്കുക, അതെന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ്? അപ്പോൾ ഇവന് ഞാൻ ഗ്രാമത്തിലേക്ക് ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നത് കാര്യങ്ങളൊക്കെ പറയും അല്ലേ. സോ അങ്ങനെയാണ് ചാറ്റ് തുടർന്ന് എഴുതേണ്ടത്. സോ നമുക്കിവിടെ എഴുതി നോക്കാം. ഫസ്റ്റ് എക്സ്ചേഞ്ച് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തത് റയാൻ, ഐ ഹേർഡ് സം ഗുഡ് ന്യൂസ് അബൌട്ട് യുവർ വില്ലേജ്. ഞാൻ നിൻ്റെ ഗ്രാമത്തെക്കുറിച്ച് കുറച്ച് നല്ല വാർത്തകൾ കേട്ടു. വില്യം പറയാണ്, യെസ് ഇറ്റ്സ് ട്രൂ. അത് ശരിയാണ്. വി ഹാവ് ഇലക്ട്രിസിറ്റി ഇൻ അവർ വില്ലേജ് നൗ. ഇപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. റയാന്, ദാറ്റ്സ് ഗ്രേറ്റ്. അത് നല്ലൊരു കാര്യമാണ്. ഹൗ ഹാസ് ഇറ്റ് ഹെൽപ്ഡ് ദി പീപ്പിൾ? അതെങ്ങനെയാണ് ആളുകളെ സഹായിച്ചത്? വില്യം പറയാണ്, ലൈഫ് ഈസ് മച്ച് ഈസിയർ നൗ. ഇപ്പോൾ ലൈഫ് കുറച്ചുകൂടി ഈസിയാണ്, സിമ്പിളാണ്. വി ക്യാൻ യൂസ് മൊബൈൽ ഫോൺസ്, വാച്ച് TV ആൻഡ് യൂസ് ദി ഇൻ്റർനെറ്റ്. ഞങ്ങൾക്കിപ്പോൾ മൊബൈൽ ഫോൺസും TVയും ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. റിയാൻ, യുവർ ഐഡിയ ഹാസ് ചേഞ്ച്ഡ് എവറി വൺസ് ലൈഫ്. നിൻ്റെ ഐഡിയ എല്ലാവരുടെയും ജീവിതം മാറ്റിമറിച്ചു. വില്യം, ഐ എം ഹാപ്പി ദാറ്റ് ഐ കുഡ് ഡു സംതിങ് ഗുഡ് ഫോർ മൈ പീപ്പിൾ. എൻ്റെ ആളുകൾക്ക് എനിക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. റയാൻ, യു വർക്ക്ഡ് വെരി ഹാർഡ് ഫോർ ദിസ്. നീ ഇതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എവരി വൺ ഈസ് പ്രൗഡ് ഓഫ് യു. എല്ലാവരും നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. വില്യം, താങ്ക് യു റയാൻ. ദ ഹാപ്പിനെസ് ഓഫ് മൈ പീപ്പിൾ ഈസ് മൈ ബിഗ്ഗസ്റ്റ് റിവാർഡ്. എൻ്റെ ആളുകളുടെ സന്തോഷമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ റിവാർഡ്, സമ്മാനം എന്ന് പറയുന്നത്. റയാൻ, കീപ്പ് അപ്പ് ദി ഗുഡ് വർക്ക്. വില്യം, ഈ ചെയ്തത് നല്ലൊരു കാര്യമാണ്. താങ്ക്സ് അലോട്ട് റയാൻ. നന്ദിയുണ്ട് റയാൻ. ഇതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചാറ്റ്. സോ നിങ്ങൾ ഈ ചാറ്റ് എഴുതുമ്പോൾ ഇതിൽ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറയണം. അവനാണ്, വില്യം കാരണമാണ് അവരുടെ ലൈഫിലുള്ള ആൾക്കാർക്ക് വലിയൊരു മാറ്റം കൊണ്ടുവന്നത്. എല്ലാവരും അവനെ ഓർത്ത് അഭിമാനിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ ചാറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 4 നോക്കാം. ലൈവ് റിപ്പോർട്ടാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. അതിലേതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ആക്കിയാൽ മതി. നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ആക്കാം. ആദ്യത്തേത്, ദ സ്കൂൾ ഈസ് റെഡി ഫോർ പ്രവേശനോത്സവം. സ്കൂൾ പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട് ഓഫ് ദി പ്രവേശനോത്സവം യൂസിങ് ദി ഫോളോയിങ് ഹിൻസ്. താഴെ തന്നിട്ടുള്ള സൂചനകൾ ഉപയോഗിച്ചിട്ട് പ്രവേശനോത്സവത്തിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ഹിൻസ് ഒന്ന് വായിക്കാം. ഡെക്കറേറ്റഡ് വിത്ത് ബലൂൺസ് ആൻഡ് റിബൺസ്. ബലൂൺസും റിബൺസും കൊണ്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ചിൽഡ്രൻ ആൻഡ് പാരൻസ് സീറ്റഡ് ഇൻ റോസ്. ചിൽഡ്രനും പാരൻസും നിരയായിട്ട് ഇരിക്കുന്നുണ്ട്. ക്ലാസ് 1 സ്റ്റുഡൻസ് ഇൻ ദി ഫ്രണ്ട് റോ. 1ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് ഫ്രണ്ടിലത്തെ വരിയിൽ ഇരിക്കുന്നത്. MLA അറൈവ്സ്. MLA വരുന്നു. ചെണ്ടമേളം ബിഗിൻസ്. ചെണ്ടമേളം തുടങ്ങുന്നു. HM വെൽക്കംസ്. HM എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. MLA ലൈറ്റ്സ് ദി ലാമ്പ്. ലാമ്പ് വിളക്ക്. MLA വിളക്ക് കൊളുത്തുന്നു. ാണ് സൂചനകൾ നൽകിയിട്ടുള്ളത്. ഇതും ഈ ഒരു ചിത്രമൊക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രവേശനോത്സവത്തിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ടാണ്
എഴുതേണ്ടത്. എന്താണ് ലൈവ് റിപ്പോർട്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പ്രോഗ്രാം, ഒരു പരിപാടി നടക്കുമ്പോൾ ആ ഒരു സമയത്ത് നടക്കുന്ന, അതേ സമയം നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊണ്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടിനാണ് ലൈവ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് നടക്കുന്നത്, ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ലൈവ് റിപ്പോർട്ടിൽ പറയുക. അതായത് ഇപ്പോൾ ചെണ്ടമേളം, ചെണ്ട കൊട്ടുന്നു, ഇവിടെ പറഞ്ഞതുപോലെ MLA വരുന്നു, HM വരുന്നു, വിളക്ക് കൊളുത്തുന്നു, അങ്ങനെ ഇപ്പോൾ എന്താണ് നടന്നിരിക്കുന്നത് അതേ സമയം ഇങ്ങനെ പറയുന്നതിനാണ് ലൈവ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ പ്രവേശനോത്സവത്തിൻ്റെ ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കാം. ഗുഡ് മോർണിംഗ് എവറി വൺ, ദിസ് ഈസ് എ ലൈവ് റിപ്പോർട്ട് ഫ്രം അവർ സ്കൂൾ. ഇത് ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള ഒരു ലൈവ് റിപ്പോർട്ടാണ്. ടുഡേ ഈസ് പ്രവേശനോത്സവം, ഇന്നാണ് പ്രവേശനോത്സവം. വി ആർ വെരി ഹാപ്പി ടു വെൽക്കം അവർ ന്യൂ സ്റ്റുഡൻസ്. ഞങ്ങളുടെ പുതിയ സ്റ്റുഡൻസിനെ സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. അവർ സ്കൂൾ ഈസ് ഡെക്കറേറ്റഡ് വിത്ത് മെനി കളർഫുൾ ബലൂൺസ് ആൻഡ് റിബൺസ്. ഞങ്ങളുടെ സ്കൂള് പല നിറങ്ങളിലുള്ള ബലൂൺസും റിബൺസും വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. ഇത് കാണാനായിട്ട് വളരെയധികം ഭംഗിയുണ്ട്. ക്വസ്റ്റ്യനിൽ ഡെക്കറേറ്റഡ് വിത്ത് ബലൂൺസ് ആൻഡ് റിബൺസ് എന്ന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പല നിറങ്ങളിലുള്ള ബലൂൺസും റിബൺസും വെച്ചു, അത് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതേപോലെ അവിടെ തന്നിട്ടുള്ള ഹിൻസ് കുറച്ചും കൂടി എക്സാഗറേറ്റഡ് ചെയ്തിട്ട് വിവരിച്ചിട്ട് എഴുതാവുന്നതാണ്. ചിൽഡ്രൻ ആൻഡ് പേരൻസ് ആർ സിറ്റിംഗ് ഇൻ ദി ഫ്രണ്ട് റോ. ഇത് നമുക്ക് ഓൾറെഡി ഹിൻസിൽ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ വരിയിൽ ചിൽഡ്രനും പേരൻസും ഇരിക്കുന്നുണ്ട്. Everyone is watching the stage. എല്ലാവരും സ്റ്റേജിൽ കാണുകയാണ്. The class 1 students are sitting in the front row. ഒന്നാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് റോയിൽ ഇരിക്കുന്നത്. അവർ ഹോണേർഡ് MLA ഹാസ് അറൈവ്ഡ് അറ്റ് ദി വെന്യൂ. ഈ ഒരു പരിപാടിയിലേക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് MLA വന്നു. ദി ചെണ്ടമേളം ഹാസ് സ്റ്റാർട്ടഡ്. ചെണ്ടമേളം തുടങ്ങി. ദ മ്യൂസിക് ഈസ് ലൗഡ് ആൻഡ് ഹാപ്പി. മ്യൂസിക് നല്ല ലൗഡും വളരെയധികം ഹാപ്പിയുമാണ്. അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഗോയിങ് ടു വെൽക്കം ദി MLA. ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ MLA സ്വാഗതം ചെയ്യാനായിട്ട് പോവുകയാണ്. ഹി ഈസ് ഗിവിങ് എ വാം വെൽക്കം വിത്ത് എ ബൊക്കെ. ബൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു സ്വീകരണം തന്നെയാണ് MLAക്ക് നൽകുന്നത്. നൗ ദി MLA ഈസ് ലൈറ്റിംഗ് ദി ലാമ്പ്. ഇപ്പോൾ MLA വിളക്ക് കൊളുത്താനായിട്ട് പോവുകയാണ്. ദ ലാമ്പ് ഈസ് ഗ്ലോയിങ്. വിളക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ആൻഡ് ഹാൾ ഈസ് ബ്രൈറ്റ്. ഇപ്പോൾ ഹാള് നന്നായിട്ട് വെളിച്ചം പ്രകാശിച്ചിട്ടുണ്ട്. ദിസ് ഈസ് എ സ്പെഷ്യൽ മൂമെൻറ്റ് ഫോർ ഓൾ ഓഫ് അസ്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ്. ദ പ്രോഗ്രാം ഈസ് നൗ ഒഫീഷ്യലി ബിഗിനിങ്. ഇപ്പോൾ ഈ ഒരു പരിപാടി ഒഫീഷ്യലി തുടങ്ങുകയാണ്. താങ്ക് യു. ഇതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ലൈവ് റിപ്പോർട്ട്. അടുത്തത് 4 B ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ദ ഡേ ഓഫ് ആനുവൽ ടാലൻറ്റ് ഷോ അറ്റ് ചിബി സ്കൂൾ. ചിബിയുടെ സ്കൂളിലെ ആനുവൽ ടാലൻറ്റ് ഷോ ആണ്. നമ്മൾ ചിബിയെ പരിചയപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. യു ആർ എമംഗ് ദി ഓഡിയൻസ്. നിങ്ങൾ ഓഡിയൻസിലെ ഒരാളാണ്. ചിബി ഈസ് സർപ്രൈസിങ് ദി പീപ്പിൾ വിത്ത് ഹിസ് പെർഫോമൻസ്. അവൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് ഓഡിയൻസിനെ സർപ്രൈസിങ് അത്ഭുതപ്പെടുത്തുകയാണ്. പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട്. ഒരു ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കുക. ദ ഹിൻസ് ഗിവൺ ബിലോ വിൽ ഹെൽപ്പ് യു. താഴെ കൊടുത്തിട്ടുള്ള ഹിൻസ് വെച്ചിട്ടാണ് ലൈവ് റിപ്പോർട്ട്. ഇത് സിമ്പിളാണ്. നിങ്ങൾ ഹിൻസ് വെച്ചിട്ട് ആ ഹിൻസുള്ള കാര്യങ്ങൾ എന്നെ കുറച്ച് വിവരിച്ചു കൊണ്ട് എഴുതിയാൽ മതി. അപ്പോൾ ലൈവ് റിപ്പോർട്ടായി. വായിക്കാം. ദ ഹാൾ ഈസ് ക്രൗഡഡ്. ഹാളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ചിൽഡ്രൻ പെർഫോം. കുട്ടികൾ ഇങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്. ഓഡിയൻസ് ചീർ ദം അപ്പ്. ഓഡിയൻസ് ഇങ്ങനെ അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൈയടിച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ഐസബ് അനൗൺസസ് ദി നെക്സ്റ്റ് ചൈൽഡ്. അങ്ങനെ മിസ്റ്റർ ഐസബ് അടുത്ത കുട്ടിയെ വിളിക്കുന്നു. ചിബി അപ്പിയേഴ്സ് ഓൺ സ്റ്റേജ്. ചിബി സ്റ്റേജിലേക്ക് വരുന്നു. ഇമിറ്റേറ്റ്സ് ദി ക്രൈസ് ഓഫ് ക്രോസ്. കാക്കകളുടെ ക്രൈസ് അവനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ചിബി സർപ്രൈസസ് എവരി വൺ. എല്ലാവരെയും ചിബി അത്ഭുതപ്പെടുത്തുന്നു. പീപ്പിൾ ക്ലാപ്പ്. ആളുകൾ കൈയടിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ലൈവ് റിപ്പോർട്ടിൽ പറയേണ്ടത്. നമുക്ക് എഴുതാം. ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് എ ലൈവ് റിപ്പോർട്ട് ഫ്രം അവർ സ്കൂൾ. ഇത് ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള ഒരു ലൈവ് റിപ്പോർട്ടാണ്. ടുഡേ ഈസ് അവർ ആനുവൽ ടാലൻറ്റ് ഷോ. ഇന്നാണ് ഞങ്ങളുടെ ആനുവൽ ടാലൻറ്റ് ഷോ. ദ ഹാൾ ഈസ് ക്രൗഡഡ് വിത്ത് ചിൽഡ്രൻ ആൻഡ് പേരൻസ്. ഹാള് ചിൽഡ്രനും പേരൻസും വെച്ച് നിറയെ ആളുകളുണ്ട്. ക്രൗഡഡ് ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് എന്നാണ്. ഇനി ചിൽഡ്രൻ ആർ പെർഫോമിങ് ഓൺ ദി സ്റ്റേജ്. ഒരുപാട് കുട്ടികൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ദ ഓഡിയൻസ് ഈസ് ചീറിങ് ഫോർ ദം. ഓഡിയൻസ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
നൗ മിസ്റ്റർ ഐസബ് ഈസ് അനൗൺസിങ് ദി നെക്സ്റ്റ് ചൈൽഡ്. ഇപ്പോൾ മിസ്റ്റർ ഐസബ് അടുത്ത കുട്ടിയെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ചിബി. ഇത് ചിബിയാണ്. ചിബി കംസ് ടു ദി സ്റ്റേജ്. ചിബി സ്റ്റേജിലേക്ക് വന്നു. ഹി മേക്സ് ദി സൗണ്ട് ഓഫ് ക്രോസ്. അവൻ കാക്കകളുടെ ശബ്ദമുണ്ടാക്കി. ഹീസ് പെർഫോമൻസ് ഈസ് അമേസിങ്. അവൻ്റെ പെർഫോമൻസ് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എവറി വൺ ഈ സർപ്രൈസ്ഡ് ബൈ ഹിസ് ടാലൻറ്റ്. അവൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഓഡിയൻസ് ക്ലാപ്സ് ലൗഡ്ലി. ഓഡിയൻസ് കാണികൾ ഉറക്കെ കൈയടിച്ചു. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ പെർഫോമൻസ്. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. താങ്ക് യു. സോ നിങ്ങൾ ലൈവ് റിപ്പോർട്ട് എഴുതുമ്പോൾ ഇപ്പോൾ നടക്കുന്നത് പോലെ ലൈവായിട്ട് നിങ്ങൾ കാണുന്നത് പോലെയാണ് നിങ്ങൾ കാര്യങ്ങൾ എഴുതേണ്ടത്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അടുത്തതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കൊരു എഡിറ്റിംഗ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്യാനാണ്. തെറ്റായിട്ടുള്ള വാക്കുകൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഏതാണ് തെറ്റായിട്ടുള്ള വേർഡ്സ് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആദ്യത്തേത് നോക്കിക്കേ. ലാസ്റ്റ് സാറ്റർഡേ മീന ഗോ ടു ദി പാർക്ക് വിത്ത് ഹെർ ഫ്രണ്ട്സ് എന്നാണ്. ഈ ഒരു സെൻറ്റൻസ് ആദ്യം ഒരുമിച്ച് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അർത്ഥം കിട്ടിയല്ലോ. ലാസ്റ്റ് സാറ്റർഡേ, കഴിഞ്ഞ സാറ്റർഡേ എന്താണ്, മീന അവളുടെ കൂട്ടുകാരോടൊപ്പം പാർക്കിൽ പോയി എന്നാണ്. സോ ഇവിടെ സാറ്റർഡേ എന്നുള്ളതിൽ മിസ്റ്റേക്ക് ഉണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? അല്ല. എന്താണ് സാറ്റർഡേ? ഒരു ദിവസത്തിൻ്റെ പേര് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആവണം. ഇവിടെ സാറ്റർഡേൻ്റെ എസ് നിങ്ങൾ ക്യാപിറ്റലായിട്ട് കൊടുക്കണം. അതാണ് ഇവിടെയുള്ള ഫസ്റ്റ് മിസ്റ്റേക്ക്. പിന്നെ പറഞ്ഞത് മീന ഗോ ടു ദി പാർക്ക് വിത്ത് ഹെർ ഫ്രണ്ട്സ് എന്നാണ്. കഴിഞ്ഞ ഞായറാഴ്ച മീന അവളുടെ കൂട്ടുകാരോടൊപ്പം പാർക്കിൽ പോയി. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. പോയി എന്നാണ് ഇവിടെ വേണ്ടത്. പോയി എന്ന് പറയാൻ വെൻ്റ് ആണ്. WENT ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഗോ അല്ല, വെൻ്റ് എന്നാണ്. മീന വെൻ്റ് ടു ദി പാർക്ക് വിത്ത് ഹെർ ഫ്രണ്ട്സ് എന്നാണ്. മീന അവളുടെ കൂട്ടുകാരോടൊപ്പം പാർക്കിൽ പോയി. നെക്സ്റ്റ് സെൻറ്റൻസ്, ദേ പ്ലേഡ് ഹാപ്പിലി ദി വോൾ ആഫ്റ്റർനൂൺ. ആ ഒരു ആഫ്റ്റർനൂൺ മുഴുവനും അവർ കളിച്ചു, സന്തോഷത്തോടെ കളിച്ചു. അവിടെ മിസ്റ്റേക്സ് ഒന്നുമില്ല. അടുത്തത്, ഷീ സോ എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഓവർ ദി ഫ്ലവേഴ്സ്. അവൾ പൂക്കളുടെ മുകളിലൂടെ ഇങ്ങനെ പറക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈയെ കണ്ടു. ഇവിടെ ബ്യൂട്ടിഫുൾ എന്നാണ് തെറ്റ്. ബ്യൂട്ടിഫുള്ളിലെ സ്പെല്ലിംഗ് ആണ് കേട്ടോ. ഇവിടെ ഡബിൾ എൽ ഇല്ല. ഓക്കെ, BEAUTIFUL ഒരു എല്ലേ ബ്യൂട്ടിഫുള്ളിനുള്ളൂ. അതാണ് ഇവിടെ വരുന്ന തെറ്റ്. ഇനി അടുത്ത സെൻറ്റൻസ്, മീന സാറ്റ് ഇൻ എ ബെഞ്ച്. മീന ബെഞ്ചിലിരുന്നു. ഇവിടെ ഓൺ എ ബെഞ്ച് എന്നാണ്. ബെഞ്ചിൻ്റെ മുകളിൽ ഇരുന്നു എന്നുള്ളതിന് ഓൺ എ ബെഞ്ച് എന്നാണ്. മീന ബെഞ്ചിൻ്റെ മുകളിലല്ലേ ഇരിക്കുന്നത്. സോ ഓൺ എ ബെഞ്ച് എന്നാണ് നമ്മളിവിടെ പറയുക. ആൻഡ് വാച്ച്ഡ് ദി സൺസെറ്റ്. എന്നിട്ട് സൺസെറ്റ് കണ്ടു. ഇറ്റ് വാസ് എ ഡേ ലവ്ലി ഫോർ ഹെർ. ഇവിടെ എന്താണ്, വേർഡ്സ് തമ്മിൽ തിരിച്ചാണ്. ലവ്ലി ഡേ എന്നാണ്. വളരെ ഇഷ്ടമുള്ളൊരു ദിവസമായിരുന്നു എന്നാണ് ലവ്ലി ഡേ. ഓക്കെ, ഡേ ലവ്ലി എന്നല്ല, ലവ്ലി ഡേ എന്നാണ് വരിക. ഇതേപോലെ നിങ്ങൾക്ക് വേർഡ്സ് തിരിച്ചിട്ടിട്ട് ഒരു തെറ്റ് എന്തായാലും വരും. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ഒരു തെറ്റ് വരും. പിന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആൻ്റെ ഒരു തെറ്റ് വരും. ഈ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും വരും. സോ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണോ എന്നൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കുക. ലാസ്റ്റ് ആക്ടിവിറ്റി 6ാമത്തെ ചോദ്യം പിക്ചർ സ്റ്റോറിയാണ്. ഡെവലപ്പ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ ഇൻ ടു എ മീനിങ് ഫുൾ സ്റ്റോറി. താഴെ നിങ്ങൾക്കൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു കഥ തയ്യാറാക്കാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു പിക്ചറിന് അനുയോജ്യമായിട്ടുള്ള ഇഷ്ടമുള്ളൊരു കഥ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എന്താണ് കാണുന്നത്, ഫസ്റ്റത്തെ പിക്ചറിൽ ഒരു ഗ്രാൻഡ്മ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കാണാം. ഇത് അവിടെ നിൽക്കുന്ന 2 കുട്ടികൾ കാണാണ്. അതിലൊരാൾ പറയുന്നുണ്ട്, ലുക്ക് ദി ഗ്രാൻഡ്മ നീഡ് ടു ക്രോസ് ദി റോഡ്. ഗ്രാൻഡ്മയ്ക്ക് റോഡ് ക്രോസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അതിലൊരു കുട്ടി പോയിട്ട് ആ ഗ്രാൻഡ്മയെ സഹായിക്കുന്നു. അങ്ങനെ ഗ്രാൻഡ്മ അവളോട് നന്ദി പറയുന്നു. ഇതാണ് നിങ്ങൾക്ക് പിക്ചറിൽ നിന്ന് കാണുന്നത്. ഇതൊരു കഥയായിട്ടാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. എ ഹെൽപ്ഫുൾ സ്റ്റുഡൻറ്റ്, സഹായിക്കുന്ന സ്റ്റുഡൻറ്റ് എന്നാണ് ഞാൻ ഇവിടെ കഥയുടെ തലക്കെട്ട് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നൽകാം. പിന്നെ ഇവിടെ സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു അല്ലേ. സോ നമുക്ക് കഥ എങ്ങനെ തുടങ്ങാം. 1 day ആഫ്റ്റർ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അനു ആൻഡ് ഹെർ ഫ്രണ്ട് വെർ വാക്കിംഗ് ഹോം.
അനു അവളുടെ ഫ്രണ്ടും വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ആസ് ദേ റീച്ച്ഡ് ദി റോഡ് സൈഡ്, അവർ റോഡ് സൈഡിൽ എത്തിയപ്പോൾ ദേ നോട്ടീസ്ഡ് ആൻ ഓൾഡ് വുമൺ വെയിറ്റിംഗ് ടു ക്രോസ് ദി റോഡ്. ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ റോഡ് കടക്കാനായിട്ട് കാത്തിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഷീ ലുക്ക്ഡ് വെറീഡ് ബിക്കോസ് മെനി വെഹിക്കിൾസ് വെർ പാസിംഗ് ബൈ. ഒരുപാട് വണ്ടികൾ പോകുന്നത് കൊണ്ട് അവർ ആകെ വിഷമിച്ചിരിക്കുന്നത്, വെറി ആയിട്ടിരിക്കുന്നത് കണ്ടു. അനുസ് ഫ്രണ്ട് സെഡ്, അനുവിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ദ ഓൾഡ് വുമൺ നീഡ്സ് ഹെൽപ്പ്. ആ പ്രായമായിട്ടുള്ള സ്ത്രീക്ക് സഹായം വേണം. അനു ഇമ്മീഡിയറ്റ്ലി വെൻറ്റ് ടു ഹെർ ആൻഡ് ആസ്ക്ഡ്. അനു പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഗ്രാൻഡ്മ ക്യാൻ ഐ ഹെൽപ്പ് യു ടു ക്രോസ് ദി റോഡ്? നിങ്ങളെ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കട്ടെ? ഓൾഡ് വുമൺ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. ദ ഓൾഡ് വുമൺ, പ്രായമായിട്ടുള്ള സ്ത്രീ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. അനു കെയർഫുള്ളി ഹെൽഡ് ഹെർ ഹാൻഡ് ആൻഡ് ഹെൽപ്ഡ് ഹെർ ക്രോസ് ദി റോഡ് സേഫ്ലി. അനു ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ കൈ പിടിച്ച് റോഡ് കടക്കാനായിട്ട്, സുരക്ഷിതമായിട്ട് കടക്കാനായിട്ട് സഹായിച്ചു. ആഫ്റ്റർ റീച്ചിങ് ദി അതർ സൈഡ്, മറ്റേ സൈഡിൽ എത്തിയപ്പോൾ ദ ഓൾഡ് വുമൺ താങ്ക്ഡ് അനു. ഓൾഡ് വുമൺ, പ്രായമായിട്ടുള്ള സ്ത്രീ, അനുവിനോട് നന്ദി പറഞ്ഞു. ആൻഡ് ഗേവ് ഹെർ എ വാം ഹഗ്. എന്നിട്ട് നല്ലൊരു ഹഗ്, കെട്ടിപ്പിടുത്തം നൽകി. അനു ഫെൽറ്റ് വെരി ഹാപ്പി ബിക്കോസ് ഷീ ഹാഡ് ഹെൽപ്ഡ് സംവൺ ഇൻ നീഡ്. അനുവിന് വളരെയധികം ഹാപ്പിയായി, സന്തോഷമായി, കാരണം അവൾ ആവശ്യമുള്ള ഒരാളെ സഹായിച്ചത് കൊണ്ട്. ദ ഓൾഡ് വുമൺ ബ്ലെസ്ഡ് ഹെർ ആൻഡ് കണ്ടിന്യൂഡ് ഹെർ ജേർണി. ഈ പ്രായമായിട്ടുള്ള സ്ത്രീ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ യാത്ര തുടർന്നു. ഇത്രയുമാണ് നമ്മൾ കഥയായിട്ട് എഴുതിയിട്ടുള്ളത്. നിങ്ങളൊരു സ്റ്റോറി എഴുതുമ്പോൾ നല്ലൊരു തുടക്കവും ഒരവസാനവും ഒക്കെ കൊടുത്ത് നല്ലൊരു ഭംഗിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റായിട്ട് അറിയിക്കുക. നെക്സ്റ്റ് ഏത് സബ്ജക്റ്റിൻ്റെ മോഡൽ പേപ്പറാണ് വേണ്ടതെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.